ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കയറാൻ പോണത് മൗണ്ട് അബു ആണ്. അതായത് ഒരു ഹില്ലാണിത്. ഇവിടുത്തെ കാഴ്ച കണ്ടോ. അല്ലേ, നമ്മൾ ഇന്നലെ നമ്മുടെ റൂം കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഉറങ്ങിപ്പോയി, ഭയങ്കര ക്ഷീണമായി പോയി. ഞാൻ റൂമൊക്കെ കാണിക്കണം. റൂമെന്ന് പറയാനല്ല, ചെറിയൊരു ഹാളായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാനാന്ന് നേശിക്കണായിരുന്നു. പക്ഷേ നടന്നില്ല. അവിടെ ഒരു മല കണ്ട, എനിക്ക് തോന്നണേ അതാണെന്ന് തോന്നണം കേട്ടോ കയറേണ്ടത്. അല്ലാണ്ട് വേറെ മലയൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങാടേക്ക് പോവാം. ഏകദേശം 26 കിലോമീറ്റർ എന്തോ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ അവിടെ എന്തായാലും നമുക്ക് നേരെ അങ്ങാടേക്ക് ചെല്ലാം എന്തായാലും. പിന്നെ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ട് ചായ കുടിക്കാൻ, എന്തോ പോലെ. ഇവിടെ മൗണ്ടെയിൻ കാണാട്ടോ നമുക്ക്. ഇവിടെയൊക്കെ ഉണ്ട് മൗണ്ടെയിൻ. എനിക്ക് തോന്നുന്നത് ആ നേരെ കാണുന്ന മൗണ്ടെയിൻ ആണെന്ന് തോന്നുന്നത് കയറേണ്ടത്. ഇവിടെ ഇഷ്ടംമാതിരി ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഹോട്ടൽസ്, റൂംസ് കാര്യങ്ങൾ. ഇവിടെയൊക്കെ റൂംസ് ആണ് ഫുള്ള്. ഇപ്പുറത്തേക്കുണ്ട് ഇഷ്ടംമാതിരി. പിന്നെ നമ്മൾ മിക്കവാറും ഇന്ന് മൗണ്ട് അബുവിൽ സ്റ്റേ അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ അമിത് ബ്രോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞ് ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് പറയും മലയുടെ മേളിൽ. പറ്റുമെങ്കിൽ മിക്കവാറും ഞാൻ ടെൻ്റ് അടിക്കും. നോക്കി ഇവിടെ എന്തോ ഒരു ബോർഡൊക്കെ വെച്ചാൽ 5 മൗണ്ട് അബു 20 കിലോമീറ്റർ. ഏകദേശം 20 കിലോമീറ്റർ. പക്ഷേ ഫുള്ള് ഹില്ലാണ്ടാ. അവിടെ കയറ്റം വന്നിട്ടുണ്ട് നമുക്ക്. ഇവിടെ കണ്ടില്ലേ ചെറിയ ചെറിയ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വണ്ടി പോകണണ്ട, അവർ കയറണം. മിക്കവാറും ഇനി ഫുള്ള് കയറ്റം ഒരുക്കുള്ളൂ ഇവിടുന്ന്. ഇതൊരു മൗണ്ട് അബു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് കേട്ടോ. ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കയറ്റോട്ടാ. ഈ കയറ്റമാണ് നമ്മൾ കയറേണ്ടത് ഇനി. അറുപ എന്താകുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും പോണ വഴിക്ക് ഓരോരോ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഏകദേശം 20 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് മേലിലേക്ക് എത്താൻ. ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഫുള്ള് മറ്റേ ഇതാണ് എയർപിൻ പോലത്തെ വളവും കാര്യങ്ങളൊക്കെയാണ്. കയറ്റമൊക്കെയാണ് ഇഷ്ടംമാതിരി. ഉണ്ടല്ലേ ഇവിടെ നമ്മൾ ഒരു മണിക്കൂർ 1 കിലോമീറ്റർ മേലെ ഏറിയുള്ളൂ. തള്ളിക്കൊണ്ട് തന്നെ കയറ്റിയത്. ഇഷ്ടംമാതിരി വണ്ടികളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പോണ വഴിക്ക് ഈ ഗുരുദ്വാര പോലത്തെ സംഭവം ഉണ്ട്. അതായത് നമുക്ക് കിടക്കാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കാനും ഫുഡൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ടെമ്പിള്. പിന്നെ അതേപോലെ 2-3 ടെമ്പിൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ. പിന്നെ ഫുള്ള് ഇതാണ്ട കാടാണ്ട ഇഷ്ടംമാതിരി. പിന്നെ കുരങ്ങന്മാരെ കാണാൻ പറ്റും പോണ വഴിക്കൊക്കെ. മരത്തിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇവിടെ കയറി വന്നത് സൈക്കിളിലല്ല കേട്ടോ. കുറേ ദൂരം വരാനുള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ സൈക്കിള് നമ്മുടെ ഹൈ ബ്രോ, ഹലോ, വാട്ട്സ് യുവർ നെയിം? പ്രവീൺ ബ്രോൻ്റെ വണ്ടിയുടെ പുറകിൽ കയറ്റിയിട്ടാണ്. അതായത് ഞാൻ ഇവിടെ സൈക്കിൾ ഇങ്ങനെ കയറ്റി വെച്ചിരുന്നിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ടോളുണ്ട് കേട്ടോ. അപ്പോൾ ആളിവിടം വരെ നമ്മളെ കയറ്റി വെച്ച്. കാരണം വന്നവഴി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ അബു ഹില്ല് കണ്ടിട്ട് നേരെ റിട്ടേൺ വന്നവഴിക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ബ്രോ ഫോണിന് ഭയങ്കര ബ്രോ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. താങ്ക് യു ബ്രോ. ഓക്കെ. ഇപ്പോൾ വഴിയിൽ വെച്ചൊരു പോലീസുകാരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആള് എന്നോട് പറഞ്ഞ് വല്ല ഹെൽപ്പ് വേണമെന്ന് വെച്ച്. അപ്പോൾ ഹെൽപ്പൊന്നും വേണ്ട. അപ്പോൾ എന്നോട് വെച്ച് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചല്ല. അപ്പോൾ ആള് ഇവിടെ ഈ ഹോട്ടലില്ലേ അവിടെ ഇരിക്കുന്നുണ്ട്. പോലീസുകാരൻ അവിടെ ആ ഒരു ഇതിലിരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഹോട്ടലിൽ ആളെ വിളിച്ചിട്ട് ആള് ഒരു കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ആവശ്യമുള്ള ഫുഡ് കൊടുത്തോ. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ ഇരുന്നത് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഊണാ പറഞ്ഞത്, താലിയ പറഞ്ഞ. ഞാനിപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ച് കഴിക്കാമല്ലാന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. എന്തായാലും ഇത് കഴിച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചില്ലേ. അപ്പോൾ നമുക്ക് ആ ഭക്ഷണം മേടിച്ചെന്ന ഈ സാധനമാണ്. അത് സാർ ഞാൻ വിക്രം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതറിയാനാ ലൈക്ക് 500 മീറ്റർ.
ഇവിടുന്ന് ഏകദേശം 500 മീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. നമുക്ക് എന്തായാലും ആ ലേക്ക് കണ്ടിട്ട് പോകാം. അപ്പോൾ ഇതാണ് റോഡ്. ഇവിടേക്ക് ഇഷ്ടംമാതിരി സൈഡിലൊക്കെ കടകളുണ്ട്, ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കത്തിയാണ് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ നമുക്ക് 100 രൂപക്കാണ് ഫുഡ് കിട്ടുക. 150, 130, 150ഒക്കെയാണ് മിക്കവാറും ചോദിക്കണം. എനിക്ക് തോന്നിയിട്ട് കത്തിയായിട്ടാണ് തോന്നിയ. അപ്പോൾ ദോശക്ക് വരെ 130, 120 എത്രയും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളവിടെ കഴിക്കാനില്ല. അപ്പോൾ ആള് നമുക്ക് മേടിച്ചു തന്നോണ്ട് വലിയ ഉപകാരം. അപ്പോൾ നമുക്ക് ലേക്ക് കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് ആ ഹില്ല് കാണാൻ വേണ്ടി പോവാം. ഹായ് Hi, this is Mama. मामा है ना, Mama. ये ट्रैवलर है, ट्रैवलर है ना, Harry. Harry. एक तूने दिया, एक मैंने दिया. ഓക്കെ താങ്ക് യു. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ട്. അപ്പോൾ ലേക്ക് വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ ലേക്ക് കാണാൻ വേണ്ടി പോണേ. അപ്പോൾ ഇവർ വന്ന് കുറേ നേരം സംസാരിച്ച് നമ്മൾ 6000 കൊണ്ട് എങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ ഇവർ ചോദിക്കണം നമ്മളോട്. നമ്മളറിയില്ല, നമ്മൾ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ്. എന്നിട്ട് നമ്മൾ അവിടെ കുറച്ച് സംസാരിച്ചിട്ട് അപ്പോൾ ഇവരെനിക്കൊരു 100 രൂപയ്ക്ക് എടുത്ത് തന്നു. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ്. എന്നാലും ഇവരെനിക്ക് പൈസ തന്ന്. അപ്പോൾ നമുക്ക് ആ ലേക്ക് കണ്ടിട്ട് വരാം. ഇതാണ്ട ലേക്ക്. ഇവിടെ ബോട്ടിങ് അങ്ങനെ കുറച്ച് സവാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. സവാരി അങ്ങനെ പറയുന്നു. എനിക്ക് നമുക്ക് കയറാനുള്ള മലയെന്ന് പറയുന്നത് ആ കാണുന്ന മലയാണെന്ന് തോന്നിട്ട് അറിയില്ല കേട്ടോ. ഈ വഴി ഇങ്ങനെ കറങ്ങി പോയിട്ട് ഇതിങ്ങനെ വരണമെന്ന് തോന്നുന്നു. ഏകദേശം 17 കിലോമീറ്റർ എന്തോണ്ടെന്ന് തോന്നുന്നു ഇനി ആ മലയിലേക്ക്. എന്തോ അറിയില്ല, കയറാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. വണ്ടിയിലത്തേക്ക് മറ്റേ കറങ്ങുന്ന സാധനമൊക്കെ ഉണ്ട് ഇതിൽ, വെള്ളത്തിൽ കറങ്ങി. വേറെ പിന്നെ അങ്ങാടിയൊക്കെ ഒരു പാർക്കാണ്. ഞാൻ പിന്നെ അങ്ങോട്ട് കയറാന്നില്ല, കാരണം സൈക്കിൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചേക്കണം. കണ്ടില്ലേ, സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആണ്. ഈ സ്റ്റാൻഡ് ഞാൻ റെഡിയാക്കാൻ ടൈറ്റ് ചെയ്തിട്ട് റെഡിയാണല്ലോ. സ്റ്റാൻഡ് ഒടിഞ്ഞിരിക്കുന്നതാണെന്ന് അറിയില്ല. കാരണം പിന്നെ ലോഡും കൂടെ ഉള്ളതുകൊണ്ടേ സ്റ്റാൻഡിൽ പെട്ടെന്ന് നിൽക്കണമില്ല. അതാണ് പ്രശ്നം. നമുക്ക് എന്തായാലും നേരെ ഇനി അങ്ങാടേക്ക് പോവാം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ. പിന്നെ അതുപോലെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി കടകളുണ്ട്. മറ്റേ ഗൺ ഫയർ അതല്ല എന്ന് തോന്നുന്നത്. ഇത് മറ്റേ കളിക്കണ ടൈപ്പ് എന്നാന്ന് തോന്നുന്നത്. പിന്നെ അതേപോലെ ഐസ്ക്രീം അങ്ങനെ കുറേ ഇഷ്ടംമാതിരി കടകളുണ്ട്. പക്ഷെ ഇവിടേക്ക് നല്ല റേറ്റാണ്. ഇവന്മാർ നല്ല കത്ത് റേറ്റാണ് ചോദിക്കണേന്ന് തോന്നുന്നു. ഫുഡിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതിന് സാധനങ്ങളുടെ റേറ്റ് ഞാൻ ചോദിക്കാമെന്നില്ല. എനിക്കൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നു, റേറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. നമ്മളപ്പോൾ ഇനി പോണത് ഗുരു ശിഖർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഒരു മന്ദിർ എന്തോ ആണ് അവിടെ, ഒരു ടെമ്പിൾ എന്തോ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെയാണ് നമുക്ക് നല്ല കിടിലം വ്യൂ കിട്ടണ. അതായത് രാജസ്ഥാൻ മുഴുവനും കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. മുഴുവനും കാണാൻ പറ്റൂലെന്ന് തോന്നുന്നു. അത്യാവശ്യം ഭാഗങ്ങൾ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്നാണ് പറയണത്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഇത് നമ്മുടെ സൈക്കിൾ ഇതുണ്ട്. ഇതാണ് റോഡ്. ഇനി ഫുള്ള് വന്നത് കയറ്റം ഉണ്ടാ. ഈ ഒരു നല്ലൊരു എയർപിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങാടേക്ക്. ഞാൻ മാപ്പ് നോക്കിയപ്പോൾ അത്യാവശ്യം എയർപിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങാടേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര നേരം ഇവിടെ റെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങണേണ്. അപ്പോൾ മിക്കവാറും നമുക്ക് ഇവിടെ ഒരു സ്റ്റേ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ നമ്മുടെ അമിത് ബ്രോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളാണ് മിക്കപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ ആൾ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ മേലിലൊരു ടെൻ്റ് അടിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട്. അതായത് പുള്ളിയുടെ കമ്പനിക്കാരാണ് ടെൻറ്റ് ക്യാമ്പിങ് നടത്തണം. അപ്പോൾ ആളുടെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളെ വിളിച്ചിട്ടുണ്ട്. ആൾ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആളൊന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. എന്നിട്ട് എന്താണ് സംഭവം എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം. കറക്റ്റ് എനിക്കറിയില്ല കറക്റ്റ് എന്താ സംഭവം എന്ന്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. 8 ഓഗസ്റ്റിന് സൈക്കിള് അവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ നമ്മുടെ ബ്രോൻ്റെ ഒപ്പം വണ്ടിക്കാണ്ട പോകണം. കാരണം സൈക്കിള് കയറ്റി കഴിഞ്ഞിട്ട് നല്ല ഹെയർ പിന്നോത്ത വളവുകളും നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ. അപ്പോൾ അത് നമ്മുടെ ബ്രോ പ്രവീൺ ആൾ റൈഡ് ചെയ്യണം. നമ്മൾ റൈഡ് ചെയ്യുന്ന ടൈമിൽ ക്യാമറ കൊണ്ടുപോകണ്ടല്ലോ അത് വെച്ച് ആളിറങ്ങിയിട്ട് ഞാൻ പരിചയപ്പെടുത്തല്ലോ. ഇവിടെ നമ്മൾ മൗണ്ടിൻ്റെ ഏറ്റവും മേലിൽ നിന്ന് നമുക്ക് രാജസ്ഥാൻ്റെ മുഴുവൻ വ്യൂ കിട്ടുമെന്നാണ് പറയണത്. അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. വ്യൂ കിട്ടുമായിരിക്കും.
നമ്മളിപ്പോൾ വന്നേക്കണ ഗുരുശിക്കാർ എന്ന് പറഞ്ഞ ടെമ്പിളിലാണ്. അപ്പോൾ ഇവിടെ അതേ നമ്മുടെ ബ്രോനെ ഞാൻ പരിചയപ്പെട്ടു. ബ്രോ मेरा नाम प्रवीण है। अभी मैं क्या नाम बताया था आपने? अश्कर 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 चलो आगे मूव करते हैं। ഓക്കെ ശരിക്കും നമ്മൾ ആദ്യം നമ്മളൊന്ന് ഗുരുശിഖർ ടെമ്പിൾ ഒന്ന് കണ്ടിട്ട് ബാക്കി ഫുള്ള് കാണാമെന്ന് വിചാരിച്ചു. കാരണം ഏറ്റവും ടോപ്പാണ് ഇത്, ഏറ്റവും എൻഡാണ്. ബ്രോ ഇസ് ദ എൻഡ്, लास्ट एंड गुरुशिखर? हाँ ये एंड पॉइंट है, ऊपर वाला वो जो है ना, ये जो सामने दिख रहा है ये है दत्तात्रेय टेम्पल। गुरु दत्तात्रेय टेम्पल, उन्हीं के नाम पर इस जगह का नाम रखा हुआ है गुरुशिखर। ഓ അച്ഛാ. ആളെ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുള്ളത്, ഞാനത് പറഞ്ഞുതരാം പോണ വഴിക്ക്. പിന്നെ ഇതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ആദ്യം ഇത് കണ്ടിട്ട് നമുക്ക് വ്യൂ പോയിന്റും അതേപോലെ മറ്റ് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളങ്ങോട്ട് കയറണം. ഇവിടെ ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ വ്യൂ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലേ കയറി വന്നിട്ട് കാണാം. അതായത് ഇറങ്ങണ വഴി കാഴ്ചകളൊക്കെ കാണാം, വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ. ഇവിടെ ചെറിയ, ഞാൻ പറഞ്ഞില്ലേ, കുറേ കടകളുണ്ട്, ചെറിയ ചെറിയ മിഠായി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾ ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ടാ. ഇതെ ഇതാണ് വ്യൂ. ഇവിടെ കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്, ഇഷ്ടംമാതിരി വണ്ടികളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതാണ് ഗുരുശിഖർ ടെമ്പിള്. കോട വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. വ്യൂ കിട്ടുവാന്നറിയില്ല, എന്നാലും മേലേക്ക് കയറാം. ടയർഡായി. കയറ്റം എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. बादल टच कर रहे हैं। ഫുള്ള് കോട വന്നിട്ട് ഇവിടെ. ടോപ്പ് വ്യൂ പോയിന്റ് നമ്മൾ പോണ. ടോപ്പ് വ്യൂ പോയിന്റ് കാണാം നമുക്ക് എന്തായാലും. പക്ഷേ അടിഭാഗം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഫുള്ള് കോട വന്നിട്ടുണ്ട് ഇവിടെ. ഇതാണ്ടാ ഫുള്ള് വ്യൂ പോയിന്റ് കേട്ടാ. അവിടെയൊക്കെ ഫുള്ള് കോടയാണ്, അതാണ് നമുക്ക് കാണാൻ പറ്റില്ല. ഫുള്ള് കോട വന്നിപ്പം. അല്ലെങ്കിൽ നല്ല അടിപൊളി കാഴ്ച കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. അതായത് നല്ല കിഡിലം വ്യൂ ആണ്. കിഡിലം വ്യൂ എന്ന് പറഞ്ഞാൽ കിഡിലം വ്യൂ. നമ്മൾ വന്നത് മൗണ്ട് ഓഫ് കേരയിൽ നമുക്ക് അത്യാവശ്യം നല്ല ഹാപ്പിയാണ്. നമ്മൾ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് ഇവിടെ. നമ്മുടെ അവിടെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു റിസർച്ച് സ്റ്റേഷനാന്ന് പറഞ്ഞാൽ ഈ ബഹിരാകാശം, അതായത് ISRO റിസർച്ച് എന്തോ ആണെന്ന് തോന്നുന്നത്. പിന്നെ അതേപോലെ ഇതാണ് നമ്മുടെ കാഴ്ച കേട്ടോ. പിന്നെ ആ ഭാഗത്ത് ആയിട്ട് നമ്മുടെ ഇതിൻ്റെ നമ്മുടെ ബോർഡറില്ലേ, രാജസ്ഥാൻ പാകിസ്ഥാൻ ആ ഒരു ബോർഡറിലേക്കുള്ള ഫുള്ള് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് അവർ ചെക്ക് ചെയ്യണം. അതായത് അവരെന്തെങ്കിലും അറ്റാക്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി ഇവിടെ നിന്നാണ് അവർ നോക്കണമെന്നാണ് നമ്മുടെ ഭയ്യ പറഞ്ഞത്. കാരണം ഏകദേശം ഇവിടെ നിന്ന് ജയ്സാൽമീറിൽ ആ ഭാഗത്തായിട്ടാണ് ബോർഡർ വരുന്നത്. അപ്പോൾ ഏകദേശം 400-500 സംതിങ്ങിന് മേലെ കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടുന്ന് ഇത്രയും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ. അപ്പോൾ ആൾ പറഞ്ഞു കാരണം ഇത് ഇത്രയും ടോപ്പ് ഇതിലയക്കണം, ഇവിടെ നിന്ന് ഫുള്ള് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജസ്ഥാൻ മൊത്തം കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. ഇവിടെ കണ്ടില്ലേ കോടയാണ് ഫുള്ള്, അല്ലെങ്കിൽ ഫുള്ള് കാണാൻ പറ്റും അവിടെ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ട് അലൂടല്ല, പ്രൈവറ്റ് ഏരിയയാണ്. അതേപോലെ തന്നെ റിസർച്ച് സെൻറ്ററിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അവിടെയും പ്രൈവറ്റ് ഏരിയയാണ്. അല്ലെങ്കിൽ അതൊക്കെ കാണാവുന്നത്. പക്ഷേ ഞാൻ പറയില്ല, ഇതൊക്കെ ആർമിയുടെ ഇതാണ്. അപ്പോൾ
ഇവർ ഇവിടെ നിന്നാണ് ഇതൊക്കെ ഫുള്ള് കൺട്രോളും കാര്യങ്ങളും ചെയ്യാമെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ വന്നേക്കണ ഗുരുശിഖർ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ഓൾഡ് ടെമ്പിളാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ മൗണ്ട് അബു എന്ന് പറഞ്ഞ പ്ലേസ് ശരിക്കും മൗണ്ട് അബു എന്ന് ശരിക്കും ഇട്ടേക്കണത് ബ്രിട്ടീഷുകാരാണ്. ശരിക്കും ഇതിന് വേറൊരു പേരുണ്ട്, അത് ഞാനിപ്പോൾ ആളോട് ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ അതെ അർബുദാഞ്ചലി ഇപ്പോൾ ആളോട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു അർബുദാഞ്ചൽ എന്നാണ് ശരിക്കും ഉള്ള ശരിക്കും പേര്. പിന്നെ മൗണ്ട് അബു എന്നായി. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആ ടൈമിലാണ് മൗണ്ട് അബു എന്ന ഒരു പേരിട്ടത്. അപ്പോൾ ശരിക്കും പേര് അതാണ്, അർബുദാഞ്ചൽ. പിന്നെ അതേപോലെ തന്നെ ഇത് ഹയസ്റ്റ് പീക്കാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മുടെ രാജസ്ഥാനിലെ ഹയസ്റ്റ് പീക്കാണ് ഈ നമ്മുടെ ഈ ഹില്ല്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ശരിക്കും നമ്മൾ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടുള്ള പ്രദേശമാണ്. പക്ഷേ അവിടെ ഇങ്ങനെ മൗണ്ട് അബു എന്ന് പറഞ്ഞൊരു അത്യാവശ്യം തണുപ്പുള്ളതും ഇങ്ങനെ ഹില്ലായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം രാജസ്ഥാനിൽ പറഞ്ഞാൽ ഫുള്ള് സാധാരണ വിചാരിക്കുന്ന ചൂടാണ്. ഇപ്പോൾ ജയ്സാൽമീർ ആയാലും ജയ്പൂർ ആയാലും ഉദയ്പൂർ ആയാലും മിക്ക സ്ഥലങ്ങളിലും ഭയങ്കര ചൂടുള്ള ഏരിയയാണ്. അപ്പോൾ അതിനെ ഒരു മറികടന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൗണ്ട് അബു ആണ്. കാരണം ഇവിടെ മിക്ക ടൈമിലും തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കാലാവസ്ഥ ഇപ്പോൾ നോക്കി ഫുള്ള് കോട വന്ന് കിടക്കണേ. ഇപ്പുറത്തൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് ആ ഭാഗത്തൊക്കെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളും കിട്ടും. പിന്നെ ചെറിയൊരു വെയിൽ ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് ഫീൽ ചെയ്യില്ല ഈ ഒരു പീക്കിൽ വരുമ്പോൾ. അപ്പോൾ എന്താ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇറങ്ങിയിട്ട് നേരെ പയ്യെ അടുത്ത ഓരോ വ്യൂ പോയിൻ്റൊക്കെ കയറി കണ്ടിട്ട് ഇറങ്ങാം. ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് പോണ വഴിക്ക്. അയ്യാ ജഗ ഓക്കെ. ഇതിൻ്റെ മേലിലും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. മാഗി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വെള്ളം ഇല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങനെയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് റിട്ടേൺ തിരിക്കണം. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ചെറിയ ചെറിയ ഇവിടെ BSFൻ്റെ ക്യാമ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. ശരിയോ ഒരു ഇഷ്ടംമാതിരി വണ്ടി. ഹായ് അഷ്കർ വ്ലോഗ്സ്. Askar Vlog. യാ Subscribe the Askar Vlog. ഓക്കെ. അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടാവും. എന്നില്ലേ കൂടെ വന്നുണ്ട് ഇഷ്ടംമാതിരി നല്ല രീതിയിൽ. പിന്നെ അടിയിൽ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും മേലേക്ക് വരുമ്പോൾ നല്ല കാലാവസ്ഥയാണ്. നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. വണ്ടിക്ക് പോകുമ്പോഴും നല്ല തണുത്ത കാറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറയുന്നത് BSFൻ്റെ ഓഫീസ് ഇതാണ്, ക്യാമ്പാണ്. നമ്മളിവിടെ ഒരു വന്നോയ്ക്ക് ഒരു വ്യൂ പോയിന്റ് കണ്ടുകൊണ്ട് നിർത്തിയാണ്ടോ. നല്ല കിടിലം വ്യൂ പോയിന്റാണ്. നല്ല ശരിക്കും നമ്മൾ ഏറ്റവും മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വ്യൂ വരും. കാരണം ഫുള്ള് കോട കയറണ കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ ഫുള്ള് ഇങ്ങനെ കോട കയറി വന്നതാണ്. കാരണം ഏകദേശം വൈകിട്ട് ഇരുട്ടാറായിട്ടുണ്ട്. 5 മണി ആറായിട്ടുണ്ടെന്ന്, 4-5 മണി ആറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണമാണ് ഇത്ര ഇത് വന്നത്. കണ്ടില്ലേ ഇവിടെയൊക്കെ വെയിലുണ്ട്. അതാണ് നമുക്ക് ഇത്രയും വിസിബിലിറ്റി കിട്ടണം. കണ്ട ആ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ നമുക്ക് അവിടെ മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും. നേരത്തെ നമ്മൾ വണ്ടിക്ക് പോയ ടൈമിൽ കണ്ടൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച്. കണ്ടില്ലേ തിരിച്ച് റിട്ടേൺ ഇറങ്ങണ വഴിയാണ് നമ്മളിവിടെ കയറിയത്. ഇവിടെയും ഇഷ്ടംമാതിരി ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടേ. ഇവിടെ കണ്ടില്ലേ ഇഷ്ടംമാതിരി ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് വെള്ളം ഓടിക്കാണ്ട് ബിയറും കുപ്പിയും ടച്ചിങ്സ് ഗ്ലാസ് അത് തന്നെയാണ് ഏറ്റവും കാര്യം. കാരണം ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ്, അതും ഇങ്ങനെ ഒരു സ്ഥലം ഒരു മോശമായ കാര്യം തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഇവിടുത്തെ വ്യൂ പോയിന്റ് നോക്കിയേ, കിടിലം വ്യൂ ആണ്. നല്ല അടിപൊളി അന്തരീക്ഷമാണ്. അവിടെ ഒരു ഇതുണ്ട്, ചെറിയൊരു അരുവി പോലെയൊക്കെ. നമ്മൾ അവിടെ നിന്ന് പോകുന്ന ഇപ്പോൾ നമ്മുടെ കിടക്കാൻ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര മൊത്തം പറഞ്ഞ പ്രോപ്പർട്ടിയാണ് കാര്യങ്ങൾ. അതായത് ചെറിയൊരു സെറ്റപ്പാണ്. സെറ്റപ്പല്ല, ഒരു ക്യാമ്പിങ്ങിന് പറ്റിയൊരു സെറ്റാണ്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ഒരു സ്പോട്ടിൽ ഇഷ്ടംമാതിരി ആളുകൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ മൊത്തവും ചപ്പും ചവറും വേസ്റ്റും പിന്നെ ബിയറും കുപ്പി കള്ളും കുപ്പി ഇതൊക്കെ ഇട്ടേക്കണം. ഇത്രയും ഒരു സ്ഥലത്ത്
ഇത്രയും നല്ലൊരു സ്ഥലത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ അത് ചെയ്യണ അത്ര ശരിയല്ല. പിന്നെ ഒന്നാമതാണെങ്കിൽ ഇതൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയും കൂടിയാണ്. അതായത് ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആണിത്. ഇഷ്ടംമാതിരി മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ ചപ്പും ചവറും കാര്യങ്ങളും ഫുള്ള് നശിപ്പിച്ചിട്ടേക്കണേ. അത് വെറുതെ കബൂർ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ബയ്യ അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ആള് ഇതേപോലെ എന്തോ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നേന്. അപ്പോൾ ആളിങ്ങനെ അവരെ ഇതാക്കി. അപ്പോൾ അവർ പുള്ളീനെതിരായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും ചെന്ന് സംസാരിച്ച്. അപ്പോൾ പുള്ളി പറയണ ന്യായമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പുള്ളി പറയണ ന്യായമുണ്ട്, നീ ഇങ്ങനെ ചെയ്യണം ശരിയല്ല. അപ്പോൾ അവസാനം അവർ പറഞ്ഞ് അവസാനം അവർ പോയി. എന്ത് പറയാനാണ്.